അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരിൽ ഏറെ പേരും കുറച്ച് പ്രായം കൂടുതലുള്ളവരായിരിക്കും. 35 വയസ്സിന് മുകളിലുള്ള ധാരാളം പേർ നമ്മുടെ ഗ്രൂപ്പുകളിലുണ്ട്. ശരാശരി ഒരു 20-ാം വയസ്സിൽ വിവാഹം നടന്നാൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് 15-ലേറെ വർഷം കഴിഞ്ഞവരാവും ഭൂരിഭാഗം പേരും. ചിലരെ പല കാരണങ്ങൾ കൊണ്ടും വൈകി വിവാഹം നടക്കുന്നവരുമുണ്ടാകും. ഇവരിൽ ഭൂരിഭാഗം പേരും ഒരുപാട് ചികിത്സകൾ നടത്തി ഒന്നിലും റിസൾട്ട് കാണാതെ ഇരിക്കുന്നവർ കൂടിയാണ്. മരുന്ന് ചികിത്സകൾ ഫലം ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായും ഡോക്ടർമാരെ IVF, IUI ഇതൊക്കെ നിർദ്ദേശിക്കും. 2ഉം 3ഉം അതിലേറെയും തവണ IVF ചെയ്തവർ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു ടീം 7 പ്രാവശ്യം IVF ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചികിത്സകളും IVFും IUIയും ഒക്കെ നടത്തിയിട്ടും ഗർഭമാവാതെ വരുമ്പോൾ നിരാശയും ടെൻഷനും കൂടുക സ്വാഭാവികമാണ്. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്താനും ഇത് കാരണമാണ്. അതോടൊപ്പം വയസ്സ് കൂടുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ഓവറികളിൽ അണ്ടങ്ങളുടെ എണ്ണം കുറയും, അണ്ടങ്ങളുടെ ക്വാളിറ്റി കുറയും. ഇത് കാരണമായി AMH ഹോർമോൺ കുറയും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നിരാശ വർദ്ധിക്കും, ടെൻഷൻ കൂടും. വീണ്ടും മറ്റൊരു IVFന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഡോണർ എഗ് വെച്ച് ചെയ്യാനൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ അതിലൊന്നും താല്പര്യമില്ലാത്തവർ കൂടുതലായി നിരാശപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ധാരാളം പേരുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യമാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾ ഒരുപാട് കാലം ചികിത്സ നടത്തി എന്നിട്ടും ഗർഭിണിയായില്ല എന്നതോ, കുറേ IVF ചെയ്തു അതൊന്നും സക്സസ് ആയില്ല എന്നതോ, പിന്നീട് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും എനിക്ക് കുറേ വയസ്സായി ഇനി ഗർഭിണിയാവുമോ, ഒരുപാട് പ്രമുഖ ഡോക്ടർമാരെ കാണിച്ചു, ഹോസ്പിറ്റലുകളിൽ പോയി എത്രയോ മരുന്നുകൾ കുടിച്ചു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനി ഗർഭിണിയാവില്ല എന്നോ, അവസാനം IVFും ചെയ്തു നോക്കി എന്നിട്ടും ഗർഭിണിയായിട്ടില്ലല്ലോ എന്ന ചിന്ത ഒഴിവാക്കണം. ഇതേ അവസ്ഥയിലുണ്ടായിരുന്ന എത്രയോ പേർ ഗർഭിണിയായത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചാനലിലെ സക്സസ് സ്റ്റോറികൾ ഇന്ന് എടുത്തു നോക്കൂ. 4ഉം 5ഉം തവണ IVF ചെയ്തു ഫെയിലായവർ പിന്നെ നോർമൽ പ്രഗ്നൻസി ആയത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡോക്ടർമാർ IVF അല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞവർ ഗർഭിണിയായത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നോട് ഡോണർ എഗ് വെക്കാൻ പറഞ്ഞു. ഞാൻ ഏറെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ചാനൽ കണ്ടതും ഫോളോ ചെയ്തതും ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ് എന്ന് പറയുന്ന എത്രയോ സന്തോഷ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ 10ഉം 15ഉം 20ഉം കൊല്ലത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറഞ്ഞവർ നമ്മുടെ ചാനലിൽ തന്നെ ഇല്ലേ. നിങ്ങൾ വീഡിയോകൾ കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കൂടി വായിച്ചു നോക്കൂ. ഒരുപാട് പേര് പല അവസ്ഥയിലും പെട്ടവർ ഗർഭിണിയായി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടിപ്പോയി എന്നതോ, അണ്ടം കുറവാണ് എന്നതോ, IVF ഫെയിലായി എന്നതോ എല്ലാം നിർത്തിവെക്കാനുള്ള കാരണമാക്കി നിങ്ങൾ എടുക്കരുത്. മറ്റു ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. അതോടൊപ്പം പടച്ചവനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഗർഭിണിയായി എന്ന് പറഞ്ഞ കമൻറ്റുകളിൽ 2 കേസുകൾ. ഒരാൾ 19 കൊല്ലത്തിന് ശേഷം ഗർഭിണിയായതാണ്, ഒരാൾ 21 കൊല്ലത്തിന് ശേഷം ഗർഭിണിയായതാണ്. ഞാൻ അവരെ എനിക്ക് വാട്സപ്പിൽ അയച്ച മെസ്സേജുകളൊന്ന് ജസ്റ്റ് വായിക്കാം. ഒരാളുടെ മെസ്സേജ്: 19 വർഷമായി, അതിനിടയിൽ 2 IVF ചെയ്തു, അത് നെഗറ്റീവായി. ഇപ്പോൾ ഇക്കാൻ്റെ ടിപ്സുകൾ മാത്രം ചെയ്തു, റിസൾട്ട് കിട്ടി, അൽഹംദുലില്ലാ. ഇതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകട്ടെ. ഇവർക്ക് നോർമൽ പ്രഗ്നൻസിയാണ്. വാട്സപ്പ് മെസ്സേജ് ആകുമ്പോൾ നമ്മൾ മുമ്പ് ചാനലിൽ എഴുതിയതുപോലെ ഡീറ്റെയിൽസ് ആയിട്ട് ആരും എഴുതില്ല. അതുമല്ല, എപ്പോഴും ഇങ്ങനെ ചാറ്റും ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ഗർഭിണിയായാൽ ആ ഗർഭിണിയായ വിവരം സന്തോഷം അറിയിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതിലുണ്ട്. മറ്റൊരു കമൻറ്റ് 21 വർഷത്തിന് ശേഷം ഗർഭിണിയായ സഹോദരിയുടേതാണ്. ഇക്കയുടെ അടുത്ത് വന്ന് ടിപ്സ് ചെയ്തു. 15 ദിവസമായപ്പോൾ ഉണ്ടായി, അത് 12 ദിവസമായപ്പോൾ അബോർഷനായി. അത് ടെസ്റ്റിൽ ശരിക്ക് തെളിഞ്ഞിട്ടില്ലായിരുന്നു. HCG ഹോർമോൺ കുറവുമായിരുന്നു. പിന്നെ ഇക്കയെ വിളിച്ചിരുന്നു, ഉണ്ടായതും അബോർഷൻ ആയതും പറഞ്ഞിരുന്നു, ടിപ്സുകൾ ഫോളോ ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് 3 മാസമായപ്പോൾ മാഷാ അല്ലാ ഉണ്ടായി. അതിൻ്റെ മുന്നേ അബോർഷൻ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഗർഭം പോലും ആയിട്ടില്ല. ഒരു മോനുണ്ട്, 21 വയസ്സായി. അതിനുശേഷം ആദ്യമായിട്ടാണ് ഗർഭമാവുന്നത്. അള്ളാഹു താല നിലനിർത്തി കൊടുക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ ഈ സക്സസ് സ്റ്റോറികളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കൂ, ഇവർക്ക് വയസ്സെത്രയായി?
അത് ഗർഭിണിയാവാൻ തടസ്സമായോ? അതും നോർമൽ പ്രഗ്നൻസി തന്നെ ആയില്ലേ? ഒരാൾ 2 പ്രാവശ്യം IVF ചെയ്ത ആളാണ്, രണ്ടും ഫെയിലായി. ശേഷം നമ്മൾ പറയുന്ന ടിപ്സുകൾ മാത്രം ഫോളോ ചെയ്ത് ഗർഭിണിയായി. അള്ളാഹു അവർക്കും ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു തല നിലനിർത്തി കൊടുക്കട്ടെ. ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം ഗർഭിണിയാവുമ്പോൾ പടച്ചോനെ വലിയ സന്തോഷമാണ് അവർക്കുണ്ടാവുക. പിന്നെ അത് ഇല്ലാതെയായി പോകുമ്പോൾ, ആ പ്രതീക്ഷ കൂടി ഇല്ലാതെയായി പോകുമ്പോൾ അവർക്ക് വലിയ സങ്കടമാകും. റബ്ബേ നീ നിലനിർത്തി കൊടുക്കണേ അള്ളാഹ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോകൾക്ക് താഴെ നിങ്ങളെ ടിപ്സുകൾ ചെയ്ത് ഞാൻ ഗർഭിണിയായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഗർഭകാലവും സുഖപ്രസവവും എല്ലാം ഉണ്ടാവട്ടെ. അബോർഷനായി എന്ന് പറയുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇതിനു വേണ്ടി നിങ്ങളൊക്കെ നന്നായി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാവാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന, ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങളെ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനു വേണ്ട കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. കുറേ വയസ്സായി, കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു, IVF ചെയ്തത് ഫെയിലായിപ്പോയി, AMH കുറവാണ്, അണ്ടം കുറവാണ് എന്നൊന്നും പറഞ്ഞിരിക്കാതെ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാതെ ഉഷാറായി സന്തോഷത്തോടെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും നല്ല ഒരു റിസൾട്ട് പറയാൻ ഭാഗ്യമുണ്ടാകും. നമ്മൾ നന്നായി ശ്രമിക്കുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. അതിന് പകരം ടെൻഷനും സങ്കടവുമായി കഴിഞ്ഞാൽ ഉള്ള ചാൻസ് കൂടി ഇല്ലാതെയാവുകയാണ് ചെയ്യുക എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അള്ളാഹു നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എൻ്റെ അടുത്ത് നേരിട്ട് വരുന്നവരും അങ്ങനെ എല്ലാം ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.